ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പാനി ശരത്തും അക്ബറും രേണുസുതിയെ ഇട്ട് പൊരിക്കുന്നു. പക്ഷേ രേണുസുതി വിട്ടുകൊടുക്കുന്നില്ല. അപ്പം നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ആവശ്യം കൂടുതൽ റീച്ച് ഉണ്ട്, ആവശ്യത്തിൽ കൂടുതൽ അതിന്റെ അപ്പുറം റീച്ച് ഉണ്ട്. ഇതിനകത്തൊന്നും എനിക്ക് റീച്ച് വേണ്ട. ബിഗ് ബോസിൽ നിന്ന് എനിക്ക് എന്തായാലും റീച്ച് വേണ്ട. ബിഗ് ബോസിൽ നിന്ന് റീച്ച് വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചു കേട്ടു. അങ്ങനെ ഇറങ്ങി പോകുന്ന സംസാരിക്കുമ്പോ മറ്റുള്ളവർ സംസാരിക്കുമ്പോ അനു മിണ്ടായിരിക്കാൻ വേണ്ട ആവശ്യമില്ല. പറയാൻ മനസ്സിലായല്ലോ. കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ ചിരിയും വരും. എവിടെയോ കിടക്കുന്ന ആൾക്കാരൊക്കെയാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് രാവിലെ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധി ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് സുധി ആരാന്ന് അറിയില്ല, രേണുവിൻ്റെ ആരാണ് സുധി എന്ന് അറിയില്ല. അറിയാത്ത ഒരു മണ്ടനാണോ ഈ അനീഷ്? അപ്പോൾ ബാക്കി രംഗങ്ങൾ കണ്ടു നോക്കൂ. മുഴുവൻ കണ്ടു തീർക്കണം. കണ്ടു തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ അപ്പൊ ഇനിയും ഞാൻ നിങ്ങൾക്ക് ബിഗ് ബോസിന്റെ പല പല ഭാഗങ്ങൾ കാണിച്ചില്ല. അട്ടിപ്പേറാഘോഷം, സ്ത്രീകളുടെ അട്ടിപ്പേറാഘോഷം രേണുവിനില്ല. രേണുവിന്റെ കാര്യം നോക്കാൻ കളിക്കുക. രേണുവിന്റെ കാര്യം നോക്കാൻ കളിക്കുക. അല്ലാതെ കേരളത്തിലെ സ്ത്രീകളുടെയും വിധവകളുടെയും അട്ടിപ്പേറാഘോഷം രേണുവിനില്ല. മനസ്സിലായ? നിനക്കല്ലല്ല, നീ ആ കാർഡ് ഇവിടെ ഇറക്കല്ലേ. ഇവിടെ കളിച്ചിട്ട് നീ പൊക്കോ. ഇവിടെ കളിച്ചിട്ട് നീ പൊക്കോ. ഇവിടെ കളിച്ചിട്ട് പൊക്കോ. ഇവിടെ കളിച്ചിട്ട് പൊക്കോ. എനിക്കിഷ്ടപ്പെടാറില്ല. പിന്നെ നമ്മൾ സ്നേഹത്തിന്റെ പുറത്ത് നമുക്ക് വിളിക്കും. അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ജനം പലവിധമാണ്. അക്ബർ അത് പല പ്രാവശ്യം ഇന്നലെ അതേപോലെ തന്നെ രേണുവിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണോ അപ്പാനി ശരത്തും ഈ അക്ബറും കൂടി ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പോലും ഇപ്പോൾ സംശയം തോന്നുന്നുണ്ട്. കാരണം അതാണ് അവരുടെ പെരുമാറ്റ രീതി. മനസ്സിലായോ? അപ്പം അത് എന്താണെന്ന് ഇനി കണ്ടറിയാം നമുക്ക്. ഇനിയും ഉണ്ടാവും രേണുവിൻ്റെ നേർക്ക് ഇവരുടെ അറ്റാക്ക്. ഇവരെ ഒളിഞ്ഞും മറഞ്ഞും കൊണ്ടാണ് രേണുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയുള്ള ബാക്കി ദൃശ്യങ്ങൾ കൂടി കാണണ്ടേ. മോശമാണ്. ഒന്ന് രണ്ട് തവണ പറഞ്ഞ് മനസ്സിലാക്കി. വിളിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമാണോ എടിപൊടി വിളിക്കുന്നത്? എനിക്ക് ഇഷ്ടമല്ല. നിർത്ത്. നിനക്ക് ഇഷ്ടമാണോ എടിപൊടി? ചേച്ചി ഇഷ്ടമാണോ എടിപൊടി വിളിക്കുന്നത്? ഇഷ്ടമാണോ? എനിക്ക് എല്ലാവരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നെ അറിയാത്തവരെ എന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടിപൊടി വിളിക്കുന്നത് വികാരം മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും വിധവാ കാർഡോ സ്ത്രീ കാർഡോ വിധവകൾക്ക് വേണ്ടിട്ടൊന്നും പറയരുത്. എന്നൊക്കെ നമുക്ക് വൈകുന്നേരം 8 മണിയോടുകൂടി അറിയാൻ കഴിയുന്നതായിരിക്കും.